എൻ്റെ ഒരു സംശയം, ഇപ്പോൾ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഇ.പി. ജയരാജൻ ഒരു സെക്കൻഡ് ഇൻ കമാൻഡൻ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം മാറി നിന്നപ്പോൾ ഇടയ്ക്കൊക്കെ ഇ.പി. ജയരാജന് ചുമതല കൊടുത്തതായിട്ട് നമ്മൾ വാർത്ത കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ കൊടുക്കാൻ ഒരാളില്ലാത്തതുകൊണ്ടാണോ ഒരു പകരം ചുമതല കൊടുക്കാതിരിക്കുന്നുണ്ടാവും? അങ്ങനെയാണ്. അതിപ്പം രണ്ടാമത് ചുമതല കൊടുക്കാൻ അവർക്കൊരാളില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? CPM-നെ പോലൊരു രാഷ്ട്രീയ കക്ഷിക്ക് അത്യാവശ്യം കഴിവുള്ള ഒരാൾ പോലും മന്ത്രിസഭയിലില്ലെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് പറയാൻ പറ്റില്ല. വളരെ കഴിവുള്ള ആളുകളാണ് അവരൊക്കെ തന്നെ. ആർക്ക് ചുമതല കൊടുക്കണം, എന്തുകൊണ്ട് ചുമതല കൊടുക്കുന്നില്ല, അവരാണ് വിശദീകരിക്കേണ്ടത്. ഇ.പി. ജയരാജൻ ഉണ്ടായിരുന്നു, തോമസ് ഐസക് ഉണ്ടായിരുന്നു, ശൈലജ ഉണ്ടായിരുന്നു, ഒരുപാട് കേന്ദ്ര കമ്മിറ്റി മെമ്പർമാരുടെ ആളുകളായിരുന്നു. അവരെയൊക്കെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റിയതാണ്. പകരം ഈ പറഞ്ഞ കുറേ ആളുകളെയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അവരിൽ ആർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമാണ്. അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് കൊടുക്കാത്തത് എന്നാണെങ്കിൽ അതവർ തുറന്നു പറയണം. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ കഴിവില്ല, അതുകൊണ്ട് മുഖ്യമന്ത്രി വിദേശിരുത്തുന്നതുകൊണ്ട് നാട് ഭരിച്ചോളാം എന്നുള്ളതാണെങ്കിൽ അതാണ് പറയേണ്ടത്. ശരി, ശ്രീ റിജിൽ മാക്കുറ്റി, അതാണ് പ്രശ്നം. ഈ യാത്ര പോവുക എന്നുള്ളത് അങ്ങനെ തന്നെ എടുക്കുമ്പോൾ അതൊരു പ്രശ്നമല്ല. കാരണം ആളുകൾ ലെഷറിന് വേണ്ടി പോകും. പക്ഷേ പകരം ചുമതല കൊടുത്തില്ല എന്നുള്ളത് ഒരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. മറ്റൊന്ന്, ഈ ഓൺലൈൻ വഴി മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്താൽ മതിയോ എന്നൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അതിനപ്പുറം ഇതിൻ്റെ സ്പോൺസർ ആര്? KPC അധ്യക്ഷ പറയുന്നത് ഈ പശു ആലയിൽ നിന്ന് ഇറങ്ങി പോകുന്ന പോലെ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുകയാണ്. അതൊക്കെ വളരെ വില കുറഞ്ഞ വിമർശനമല്ലേ? ശ്രീ അജിൻസ്, യഥാർത്ഥത്തിൽ നാടിൻ്റെ മുഖ്യമന്ത്രിയല്ലേ അദ്ദേഹം? കേരളത്തിൻ്റെ ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി സ്വാഭാവികമായി പോകുമ്പോൾ ഇവിടെ ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു വെച്ചതുപോലെ, ശ്രീ ചേക്കുട്ടി സാർ ഉൾപ്പെടെ പറഞ്ഞു വെച്ചതുപോലെ, കേരളം അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഇത്ര ദിവസം പോകുമ്പോൾ ഈ നാടിനൊരു നാദം വേണ്ടേ? ആർക്കെങ്കിലും ഒരു ചുമതല കൊടുക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കേണ്ട ചോദ്യമാണ്. ആ ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഇത്തരം വിഷയങ്ങളിൽ അത് വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഇത്തരം ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് ആരാണ് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ചോദ്യം ഈ മുഖ്യമന്ത്രിയോടും അതോടൊപ്പം ബന്ധപ്പെട്ട പാർട്ടിയുടെ ആളുകളോടൊക്കെ ചോദിക്കുമല്ലോ. സ്വാഭാവികമായും പ്രതിപക്ഷം എന്ന രൂപത്തിൽ മുഖ്യമന്ത്രി പോയിക്കോട്ടെ, അദ്ദേഹം വിദേശ യാത്ര പോകുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചികിത്സക്ക് പോയി. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിന്നെ ചികിത്സക്ക് പോയ സമയത്ത് ഞങ്ങൾ ചികിത്സക്ക് പോയ സമയത്ത് ഞങ്ങൾ വിമർശിച്ചിട്ടില്ല. അദ്ദേഹം വിദേശ രാജ്യങ്ങൾ, നെതർലാൻഡിലും അതോടൊപ്പം തന്നെ ലണ്ടനിലും പിന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഏകദേശം 30 രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വകാര്യ സന്ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഔദ്യോഗിക സന്ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഔദ്യോഗിക സന്ദർശനത്തിൻ്റെ ഘട്ടത്തിലെല്ലാം ഇവർ പറഞ്ഞത് കേരളത്തിലേക്ക് വിദേശ നിക്ഷേപം വരാൻ പോവുകയാണ്, കേരളം മാറാൻ പോവുകയാണ്, കേരളത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പുതിയ നൂതന ആശയങ്ങൾ നമ്മൾ കൈപ്പറ്റുകയാണെന്നൊക്കെ പറഞ്ഞ് വലിയ രൂപത്തിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. പിന്നെ നമുക്കറിയാം, ഇവിടെ നമ്മുടെ ടൈംസ് സ്ക്വയറിലൊക്കെ പോയി അദ്ദേഹം ഇരുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ട്രോളൊക്കെ വന്നിട്ടുണ്ട്, നമുക്കറിയാം. അങ്ങനെ വന്നു എന്നല്ലാതെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായി വിദേശ രാജ്യങ്ങളിൽ പോയി എന്ത് നേട്ടമാണ് കേരളത്തിന് ഉണ്ടായത് എന്ന ചോദ്യം അവിടെ കിടക്കുകയാണ്. ഒരു തീപ്പെട്ടി കമ്പനി പോലും തുടങ്ങാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ CPM ബാധ്യസ്ഥമാണ്, അത് ഇവിടുത്തെ പ്രതിനിധി ബാധ്യസ്ഥമാണ്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം പോയിട്ടുണ്ട്. ഇത് പോകുന്നത് എങ്ങനെയാണ്? ഇത്ര ദിവസങ്ങൾ അദ്ദേഹം പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് അദ്ദേഹത്തെ ഒരു കൃത്യമായ ഒരു വിവരം പ്രത്യേകിച്ച് തരാത്തത് എന്ന ചോദ്യം സ്വാഭാവികമല്ലേ? മാധ്യമങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടില്ലേ? അപ്പോൾ ഇന്ന് ഇ.പി. ജയരാജനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം, എനിക്ക് തോന്നുന്നു അന്നത്തെ തെരഞ്ഞെടുപ്പ് ദിവസം പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഇ.പി. ജയരാജനെതിരായി പറഞ്ഞതിൻ്റെ മറ്റൊരു ഭാഗത്തിൽ അദ്ദേഹത്തെ ട്രോൾ ചെയ്തതുപോലെയാണ് ജയരാജൻ്റെ ഓരോ കമൻറ്റും. വെല്ലുവിളി പോലെ ധിക്കാരത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സംസാരവും. പ്രത്യേകിച്ച് പറയുന്ന പല കാര്യങ്ങൾ കേട്ടാൽ യഥാർത്ഥത്തിൽ ഇ.പി. ജയരാജൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ട്രോൾ ചെയ്തതാണ് എന്ന് തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ആ രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്ന് നമുക്ക്, നിങ്ങൾ ആരാണ് ചോദിക്കാൻ, നിങ്ങൾക്ക് എന്താണ് അധികാരം, നിങ്ങൾ ആരാണ്, നിങ്ങൾ പോയി അന്വേഷിക്കുന്നൊക്കെയല്ലേ ഒരു LDF-ൻ്റെ കൺവീനർ പറയുന്നത്? അങ്ങനെയാണോ ഒരു LDF-ൻ്റെ കൺവീനർ ഒരു വിഷയത്തിനകത്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയേണ്ടത്? അല്ലല്ലോ. മാന്യമായി ഉത്തരം പറയേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കും. സ്വാഭാവികമായും അദ്ദേഹത്തിന് പോലും അതിനകത്ത് ഉത്തരം പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എല്ലാം ഞാൻ തീരുമാനിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ മന്ത്രിമാരൊക്കെ തന്നെ പോകുന്നുണ്ട്.